പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസത്തിലെ ആദ്യ ശനിയാഴ്ച ദിവസമാണിന്ന്. നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ പ്രത്യേകമായി ആയിരിക്കാനും ഈ നോമ്പ് കാലത്തിന്റെ ചൈതന്യം ജീവിക്കാനും പരിശ്രമിക്കാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 42 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ ജായറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ പോകുന്നതിനിടയിൽ ഒരു രക്തസ്രാവക്കാരി ഈശോയുടെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ സ്പർശിച്ച് അവൾ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പുറമേ കാണിക്കുന്ന ഭക്തി പ്രകടനങ്ങളല്ല, ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ഹൃദയത്തിൽ നടക്കുന്ന പ്രകടനങ്ങളെയാണ്, പ്രാർത്ഥനകളെയാണ്, പ്രവർത്തനങ്ങളെയാണ് ഈശോ വിലമതിക്കുന്നതെന്ന് ഇന്നത്തെ ഈ രക്തസ്രാവക്കാരി സുഖപ്പെട്ട സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ മുമ്പിൽ നല്ലവരാകാനും ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ ഈ രക്തസ്രാവക്കാരുടെ അനുഭവം നമുക്ക് പുതിയൊരു പാഠമാണ്. ഈശോയെ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തെയും ഈശോ കാണാതെ പോകില്ല എന്നും ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റ് അനേകം തിരക്കുകൾ ഉള്ളപ്പോൾ ഒരാളെ കാണാതെയും പരിഗണിക്കാതെയും പോകാൻ ഇടയാകുന്ന പലപ്പോഴും മനുഷ്യർക്കാണ്, മനുഷ്യ സഹജമായ ബലഹീനതയിലാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അത് മറ്റൊന്നുകൊണ്ടും ദൈവം കാണാതെ പോകില്ലെന്നും നമുക്ക് അർഹമായ പ്രതിഫലം തരാതിരിക്കുകയില്ലെന്നും ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇനി ഈ ദിവസം പ്രത്യേകമായി ധ്യാനിക്കുന്നത് ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഒരു മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന് അവൾ ഈശോയെ കണ്ടെത്താനും സ്പർശിക്കാനും പരിശ്രമിച്ചു. അതിനെ ഈശോ കണ്ടു. ഈ നോമ്പ് കാലത്ത് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എത്രമാത്രം ഹൃദയത്തിൽ നിന്നാണ്, അത് പുറമേയുള്ള ചില പ്രകടനങ്ങൾ മാത്രമായിട്ട് പോകുന്നുണ്ടോ? ഹൃദയത്തിൽ നിന്ന് എത്രമാത്രം ഈശോയെ അന്വേഷിക്കാനും നമ്മുടെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്താനും നമ്മുടെ പരിഹാര പ്രവർത്തനങ്ങളിലൂടെ ഈശോയെ തേടാനും നമുക്ക് സാധിക്കുന്നുണ്ട്? എത്രമാത്രം ഹൃദയം അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈശോ നോക്കുന്ന കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് നിയന്ത്രിച്ചു പരിപാലിച്ചു നയിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തനങ്ങളും എല്ലാം ഹൃദയത്തിന്റെ പരിശുദ്ധിയിലായിരിക്കാനും ഹൃദയം ചേർന്ന പ്രവർത്തനങ്ങളായിരിക്കാനും പുറമെ മറ്റുള്ളവരെ കാണിക്കാൻ ഉള്ള കാര്യങ്ങളാവാതെ ഹൃദയത്തിന്റെ പങ്കുകൂടിയുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഇന്ന് ഹൃദയത്തിൽ നിന്ന് വരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.